ഹേ ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് കൂടെ കഴിക്കാനായിട്ട് വൻപയർ തോരനാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പം ഞാനൊരു 1 മണിക്കൂർ മുന്നേ തന്നെ നമുക്ക് എന്തേരം ആവശ്യമാണോ അത്രയും വൻപയർ എടുത്ത് നമ്മൾ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. അതാ ഞാൻ ഒരു 3-4 പേർ ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ കഴിക്കാനായിട്ട് അത്ര അളവിനുള്ള പയറാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 5 പേർക്ക് വേണം. അപ്പം എന്താ ഞാൻ അത് ഒരു 2-3 വട്ടം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ അടിഭാഗത്തായിട്ട് കല്ലൊക്കെ കാണും, അതൊക്കെ ഇടഞ്ഞ് ഒന്ന് എല്ലാവരും കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ചട്ടിയിലും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. ചട്ടിയിൽ പയർ വേവിച്ചതിന് ശേഷം ഇങ്ങനെയും ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എളുപ്പ പരിപാടിക്ക് വേണ്ടിയാണ് കേട്ടോ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പയറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പയറൊന്ന് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ എയർ ഫുള്ള് പോകുന്നത് വരെ ഒന്ന് അത് തുറക്കാതെ വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അത് വെന്ത് വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് അരപ്പിനായിട്ടുള്ളത് തയ്യാറാക്കാം. ആദ്യം തന്നെ അരമുറി തേങ്ങ ഇതുപോലെ തിരുമ്മിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, അതിനുശേഷം ഒരു 3-4 കഷ്ണം ചുവന്നുള്ളി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, ചെറുജീരകം എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എരിവിനാവശ്യത്തിന് ഒന്നെങ്കിൽ കാന്താരി ഇട്ട് കൊടുക്കുക, കാന്താരി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കാന്താരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. ഒരു 2 കറക്ക് കറക്കിയാൽ മതി കേട്ടോ. അത്രയും ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് ഓടി വരാതെ. അപ്പം ഞാൻ അരയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കല്ലേലാണ് കേട്ടോ ഒന്ന് ചതച്ചെടുത്തത്. അപ്പോൾ കല്ലേലൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പയറ് വെന്തോന്ന് നോക്കാം. എയറൊക്കെ പോയി നന്നായിട്ട് പയറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പയർ എടുക്കുന്നതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അത് മുങ്ങി നിൽക്കാനുള്ള ആവശ്യത്തിന് വെള്ളം എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരുപാട് ഈ പയർ വെന്തു പോകാനും പാടില്ല, എന്നോട്ട് നല്ലതായിട്ട് വേവാതിരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് വറ്റൽമുളകാണ്. ഞാൻ ഒരു വറ്റൽമുളക് 2 പീസായിട്ടൊന്ന് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പാണ്. നമ്മളൊന്ന് ഒതുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അരപ്പും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം 5 പേർക്ക് കഴിക്കാനായിട്ടുള്ള തോരനുള്ള പയർ ഞാൻ കാണിച്ചല്ലോ. ആ പയറിന് ആവശ്യത്തിനനുസരിച്ചാണ് അരമുറി തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പയറിൻ്റെ അളവിന് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാ സാധനവും കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ അരപ്പിനും പയറിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പയർ വേവിച്ചെടുത്തപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അരപ്പൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ വെന്ത് വന്നിരിക്കുന്ന പയറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ, ഒരു ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പയർ വേവിക്കാൻ കുക്കറിലോ അതുപോലെ തന്നെ ചട്ടിയിലോ ഒക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് വെച്ചു. ആ വെള്ളം ഈ പയറിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങി ആ വെള്ളമില്ലേ, ആ വെള്ളം നമുക്ക് കറി വെക്കണം. കറി വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ആ വെള്ളത്തിലേക്ക് തേങ്ങയൊക്കെ അരച്ച് കറി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അത് രസം വെക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ പയർ വെന്ത് ബാലൻസ് വരുന്ന ആ വെള്ളം. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ഒരു 10 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് ആയി വരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തോർന്ന് കിട്ടണം. അപ്പോൾ അതാ നമ്മുടെ വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തോർന്നൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇതും ഒരു മോരുകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ